ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ബട്ടൂരയും അതിന് കോമ്പിനേഷനായിട്ട് നല്ല അടിപൊളിയൊരു പൊട്ടാറ്റോ മസാലയുടെ റെസിപ്പിയുമാണ് കാണിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഇഷ്ടമല്ലേ ബട്ടൂര കഴിക്കാനായിട്ട്. ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റല്ലേ കഴിക്കാനായിട്ട്. അതിലും നന്നായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ഈ ബട്ടൂര തയ്യാറാക്കാനുള്ള മാവ് നമുക്കൊന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് മൈദാപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. മൈദ തന്നെ ആയാലും കുഴപ്പമില്ല, അതുപോലെ ഗോതമ്പ് പൊടി തന്നെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു വലിയ സ്പൂണിന് 2 സ്പൂണ് റവ കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ ഒപ്പം തന്നെ ഒരു 1/2 സ്പൂണ് പഞ്ചസാരയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ലൈറ്റായിട്ട് ഈ പൊടികളൊക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ പൊടികളെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ട് മാത്രം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നടുക്കൊരു ചെറിയ കുഴി പോലെ ആക്കിയിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ വേണം ഇത് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. പച്ചവെള്ളത്തിൽ കുഴച്ചാൽ അത്ര തന്നെ നമുക്ക് അത്ര സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചൂടൊക്കെ ഒന്ന് പതുക്കെ ആറിക്കഴിയുമ്പോൾ നമുക്ക് കൈകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ കണ്ടാൽ ഞാൻ ഒന്ന് ലൈറ്റായിട്ട് മിക്സ് ചെയ്ത് ഇനി നമ്മൾ പച്ചവെള്ളം ഒഴിക്കരുത്, കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ച് തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴായിരിക്കും നമ്മുടെ ഈ ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചാലാണ് നമുക്ക് നമ്മുടെ ബട്ടൂര നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുമല്ലോ, ഇതുപോലെ കുഴച്ചെടുത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് നമ്മൾ നന്നായിട്ട് മാവിനെ ഒന്ന് മിക്സ് ചെയ്ത് സോഫ്റ്റാക്കി എടുക്കണം. ഇപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തുമ്പോൾ കുറച്ച് റഫായിട്ടുണ്ടാകും നമ്മുടെ മാവ്. ഇതുപോലെ നന്നായിട്ട് കൈകൊണ്ട് കുറച്ച് നേരം മിക്സ് ചെയ്ത് കുഴച്ച് കഴിയുമ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇത് കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റായി മാവ്. ഇനി നമുക്കിത് മൂടി ഒരു 10 തൊട്ട് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സൈഡിലേക്ക് വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിനൊരു പൊട്ടാറ്റോ മസാല കൂടെ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പം കുറച്ച് വലിയ 3 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ഇത് നടുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ഒരു വിസിലടിച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പൊട്ടാറ്റോ വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ കുക്കറിലിട്ട് വേകാനായിട്ട് വെക്കുവാണേ. പൊട്ടാറ്റോ ഒക്കെ വെന്ത് കഴിഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഇതുപോലെ കറി നമ്മൾ തയ്യാറാക്കിയാൽ നമുക്ക് പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. ഒരു മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. നമ്മൾ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് കേട്ടോ ഈ കറി തയ്യാറാക്കുന്നത്. ഇപ്പോൾ പൊട്ടാറ്റോയൊക്കെ ഒന്ന് സ്മാഷ് ചെയ്ത് മാറ്റി വെച്ചു. ഇനിയൊരു പാൻ ചൂടായി കഴിയുമ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ആദ്യം ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിയുമ്പം ഇതിലേക്ക് കുറച്ച് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് നമുക്ക് ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഉഴുന്നും കടലപ്പരിപ്പും ഒന്നും ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ജിഞ്ചറും ഗാർലിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം ഒന്ന് വറുത്തായി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വറന്ന് നല്ലൊരു സ്മെല്ല് വരുമല്ലോ. അപ്പോൾ നമുക്കിതിലേക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ മീഡിയം സൈസിൽ കട്ട് ചെയ്ത് ഇതുപോലെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് മീഡിയം സൈസിലൊരു സവാള കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇത് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. ഒത്തിരി വറന്നങ്ങ് ബ്രൗൺ കളറാകേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ ലൈറ്റായിട്ട് ഒന്ന് വറന്ന് കഴിയുമ്പം അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം സ്ലോ ഫ്ലെയിമിൽ വെച്ച് വേണം. ആ മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയൊന്നും കരിയാതെ ശ്രദ്ധിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ആ മസാലയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ സവാളയൊക്കെ ഒന്ന് ഇതുപോലെ കഷ്ണങ്ങളായിട്ടുണ്ട്, ഒത്തിരി ഒന്നും വറന്നു പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ആ മസാലയൊക്കെ അങ്ങനെ തന്നെ വേണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. നിങ്ങളുടെ കയ്യിൽ കടലപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കടലപ്പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറി ഒന്നുകൂടി ഒന്ന് കുറുകി നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ കടലപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. ഇതിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പൊട്ടാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിക്കാം. കുറച്ചൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒന്ന് മൂടി വെച്ച് നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. സ്ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതുപോലെ തിളച്ചല്ലോ,
തിളച്ച് കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചധികം തന്നെ മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു മസാലപ്പൊടി ഒന്നും ചേർക്കാത്ത സൂപ്പറായിട്ടുള്ള പൊട്ടാറ്റോ മസാല ഇവിടെ റെഡിയായി. ഇപ്പം ഈ സമയം കൊണ്ട് നമ്മുടെ പൂരിക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി തയ്യാറാക്കാം. ഇനി നമ്മൾ ഒരിക്കൽ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ച് ഇനി ഇത് നമ്മൾ മിക്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ കുറേശ്ശെ നമുക്ക് ഒരു പൂരി തയ്യാറാക്കാൻ എത്രത്തോളം മാവ് വേണോ അത്രയും മാവെടുത്ത് ഉരുട്ടി നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തണം. പൂരിക്കൊക്കെ നമ്മൾ പരത്തുമല്ലോ, അതുപോലെ കുറച്ച് മൈദാപ്പൊടി ഇട്ടിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. ഗോതമ്പ് പൊടി ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അത് എണ്ണയ്ക്കകത്ത് ഒത്തിരി തരി ഇങ്ങനെ കറുത്ത് പോകും. പക്ഷേ മൈദയാണെങ്കിൽ അങ്ങനെ വരത്തില്ല. അപ്പോൾ മൈദാപ്പൊടി ഇട്ടിട്ട് നമ്മളിതുപോലെ ഈ നമ്മുടെ പൂരി ഒന്ന് പരത്തിയെടുക്കാം. ഒത്തിരി കനം കുറച്ചല്ല, കുറച്ച് ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ ഇതുപോലെ നമ്മുടെ പരത്തിയെടുക്കാനായിട്ട് ബട്ടൂര അല്ലെങ്കിൽ പൂരി. അപ്പോൾ എല്ലാം ഒന്ന് നമുക്കിതുപോലെ ഒന്ന് പരത്തി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ബട്ടൂര അല്ലെങ്കിൽ പൂരി നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതുപോലെ പരത്തി എടുക്കുന്നുണ്ട്. അപ്പം ബോളാക്കുമ്പോൾ നമ്മൾ തീരെ ചെറുതാക്കരുത്. ചെറുതാക്കി കഴിഞ്ഞാൽ തീരെ കനം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത്ര നല്ലതായിട്ട് വരത്തില്ല. ഈ ഒരു തിക്നെസ്സിൽ തന്നെ എല്ലാം പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടിയോ പാത്രമോ ചൂടാകാനായിട്ട് വെച്ച് നന്നായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പം നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പൂരി അല്ലെങ്കിൽ ബട്ടൂര ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് തൊടരുത്. ഇട്ട് കൊടുത്ത് തന്നെ അതിങ്ങ് പൊങ്ങി വരണം. നല്ല ചൂടോടുകൂടി ഇട്ട് കഴിച്ചിട്ട് സ്ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തന്നെ അത് പൊങ്ങി വന്ന് കഴിയുമ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. പൊരി നമ്മൾ ഇട്ട ഉടനെ എണ്ണയിൽ ഇട്ട ഉടനെ സ്പൂൺ കൊണ്ട് തൊടുകയോ ഒന്നും ചെയ്താൽ തന്നെ ഇതുപോലെ പൊങ്ങി വരും. പൊങ്ങി വന്ന് കഴിയുമ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ട് രണ്ട് സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. കണ്ടോ എത്ര നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള പൂരിയെല്ലാം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ ഫുള്ള് എണ്ണയ്ക്കകത്തേക്ക് ഇങ്ങനെ മുങ്ങിപ്പോകുന്ന പോലെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്തുമ്പോൾ തന്നെ ഇതുപോലെ ഇത് പൊങ്ങി വരും. പൊങ്ങി വന്ന് കഴിയുമ്പോൾ നമ്മളതൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. രണ്ട് സൈഡും പെട്ടെന്ന് മറിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് കണ്ടോ സൂപ്പറായിട്ടുള്ള നമ്മുടെ ബട്ടൂര അല്ലെങ്കിൽ നമുക്ക് പൂരിന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മസാലക്കറിയും റെഡിയായി, പൂരിയും റെഡിയായി. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.